വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക വറ്റലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ വറ്റൽ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു ചക്കയുടെ ഒരു പകുതി ചക്കയുടെ ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ രീതിക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ തണ്ടെടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ കട്ട് ചെയ്ത് മാറ്റുന്നത് ജസ്റ്റ് ഞാൻ അതിന് നമ്മുടെ ചക്ക അവിയൽ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ അടർത്തി എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് കുരു മാറ്റി കളയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വറ്റലിനേക്കാളും ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് ചെറുതാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അളവിൽ ഇച്ചിരി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് മൂത്ത ചക്ക എടുക്കാൻ പാടില്ല. പഴുക്കാറായിട്ടുള്ള അങ്ങനത്തെ ചക്ക എടുക്കരുത്. ജസ്റ്റ് ഒരു ചക്കക്കുരു നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇളം ചക്കയാണോ എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഞാൻ നന്നായിട്ട് മൂത്ത ചക്ക എടുക്കണ്ടെന്ന് പറഞ്ഞത് അത് നമ്മളിങ്ങനെ ചിപ്സ് ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് തണുത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇളം ചക്ക എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അടുത്തൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴേക്കും നല്ല നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ എണ്ണ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പീസസുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു പകുതി വേവുന്ന ആ സമയത്താണ് നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി നല്ലതാണ് എന്തുകൊണ്ടും. പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ഒരു കളറിൽ കിട്ടാനായിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഏതാണ്ട് ഒരു നന്നായിട്ട് വെന്തിട്ട് നമ്മളെ ഈ ചിപ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ചിപ്സുകൾ തമ്മിൽ നന്നായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ, ചിലിജിലെന്ന്. ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഉപ്പുവെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇച്ചിരി ആ എണ്ണയിലോട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഒരു നിറവ്യത്യാസം വരുമ്പോഴേക്കും നമ്മുടെ ചിപ്സും നന്നായിട്ട് ഇങ്ങനെ ചിലു ശബ്ദം ഉണ്ടാക്കണം കേട്ടോ, നമ്മൾ എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും. അപ്പോൾ അത് നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഫ്ലെയിം എപ്പോഴും തീരെ ലോയിലും വെക്കേണ്ട, ഒത്തിരി ഹൈയിലും വെക്കേണ്ട, ജസ്റ്റ് ഒരു മീഡിയമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക ചിപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചക്ക വറ്റലാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾ ജസ്റ്റ് ഉണ്ടാക്കി വെക്കുന്ന ആ സമയം തന്നെ പെട്ടെന്ന് എടുത്ത് തീർക്കും. ജസ്റ്റ് ഒരു പീസ് എടുത്ത് നമുക്ക് കഴിച്ച് നോക്കാം എത്ര ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറ്റൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.